സ്തനാർബുദ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി എറണാകുളം മറൈൻ ഡ്രൈവിൽ കയാക്കിംഗും ഫ്ളാഷ് മോബും സംഘടിപ്പിച്ചു. ക്യാൻസർ ചികിത്സാ രംഗത്തെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. സ്തനാർബുദത്തെ അതിജീവിച്ച 25 പേരെ പരിപാടിയിൽ ആദരിച്ചു. നേരത്തെ കണ്ടെത്തിയാൽ സ്തനാർബുദം അതിജീവിക്കാമെന്നതാണ് പഠനങ്ങൾ. ഇതുകൂടി കണക്കിലെടുത്താണ് ബോധവൽക്കരണത്തിന് മെഡിക്കൽ രംഗത്തെ വിവിധ കൂട്ടായ്മകൾ മുന്നോട്ട് വന്നത്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച ദീപശിഖ പ്രയാണം മലനാട് സൊസൈറ്റിക്ക് കൈമാറി. നിഷ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കൊച്ചി കായലിൽ കയാക്കിംഗും സംഘടിപ്പിച്ചു. എറണാകുളം ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ IAS കയാക്കിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ദിവസം പല വ്യക്തികൾ വരും ഓരോ പ്രോഗ്രാം, ഇവിടുത്തെ പല പ്രോഗ്രാംസ് കാണാനും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ക്രൗഡ് കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേരള ഗൈനിക് അസോസിയേഷൻ ഇവിടെ ഈ പ്രോഗ്രാം നടത്തിയിരിക്കുന്നത്. രണ്ടാണ്: ഒന്ന് സെൽഫ് എക്സാമിനേഷൻ ഓഫ് ബ്രസ്റ്റ് എവറി മന്ത്, സെക്കൻഡ് മാമോഗ്രാം എവറി ഇയർ ചെയ്യുവാണെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ അവയർനെസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഹെൽത്ത്. നമുക്ക് ആദ്യമേ തന്നെ കണ്ടുപിടിക്കാമെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് വി ക്യാൻ മൂവ് ഫോർവേഡ് ഇൻ ലൈഫ്. മറൈൻ ഡ്രൈവിൽ സംഘടിപ്പിച്ച പരിപാടി MLA TJ വിനോദ് ഉദ്ഘാടനം ചെയ്തു. ക്യാമറ പേഴ്സൺ സഞ്ജു പട്ടുമലിനൊപ്പം അഹമ്മദ് മുസ്തഫ, മീഡിയ 1, കൊച്ചി.